ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ മിസ്റ്ററി സിനിമയാണ് ഐ നോബഡി. നിലവിൽ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ സെൻസറിംഗിന് അയച്ചിരിക്കുകയാണ്. ഈ ഒരു സെൻസറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം ഐ നോബഡിയുടെ കൃത്യമായ റിലീസ് തീയതി പ്രഖ്യാപനം മൂവി ടീം പുറത്തുവിടും. വരുന്ന ജൂലൈ 2 ജൂലൈ 9 ഐ നോബഡി റിലീസിനെത്താനാണ് സാധ്യതകൾ കാണുന്നത്. ഇനി ചിത്രത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഐ നോബഡിയുടെ ട്രെയിലർ ലോഞ്ചും ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനും ദുബായിൽ വെച്ച് നടത്താൻ തീരുമാനത്തിലാണ് മൂവി ടീം എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെയും ഒഫീഷ്യൽ പ്രഖ്യാപനം ട്രെയിലറിന്റെ സെൻസറിംഗ് പൂർത്തീകരിച്ച ശേഷം മാത്രമാവും പുറത്തു വരിക. ഒരു ബാങ്ക് മോഷണവും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും പ്രമേയമാക്കി വരുന്ന ഐ നോബഡിയിൽ പൃഥ്വിരാജിനൊപ്പം പാർവതി തിരുവോത്ത്, സുരാജ് വെഞ്ഞാറമൂട്, ഗണപതി, വിജയരാഘവൻ, ലുക്മാൻ, വിനയ് ഫോർട്ട് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ജെക്സ് ബിജോയ് മ്യൂസിക് ഒരുക്കുന്ന ഐ നോബഡി നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മുകേഷ് ആർ മേത്തയും CV സാരഥിയും ചേർന്നാണ്. ഹോളിവുഡിൽ നിന്നും ഈ വർഷം വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു ക്രിസ്റ്റഫർ നോളൻ സിനിമയാണ് ദ ഒഡീസി. മാറ്റ് ഡാമോൺ, ടോം ഹോളണ്ട്, റോബർട്ട് പാറ്റിൻസൺ, സെൻഡയ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ദ ഒഡീസി വരുന്ന ജൂലൈ 17 തിയേറ്ററുകളിലേക്ക് എത്തുക. 2D, 3D, IMAX ഫോർമാറ്റുകളിൽ വരാനിരിക്കുന്ന ഒഡീസിയുടെ IMAX ടിക്കറ്റ് റേറ്റുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഒഡീസിയുടെ IMAX ടിക്കറ്റിന് 3000 മുതൽ 3500 രൂപ വരെയും ഇന്ത്യക്കുള്ളിൽ 2500 തൊട്ട് 3000 രൂപയുമാണ് ദ ഒഡീസിയുടെ IMAX ടിക്കറ്റ് പ്രൈസായി പറയപ്പെടുന്നത്. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിമനോഹരം. ലാലേട്ടനൊപ്പം മീര ജാസ്മിൻ, ജഗദീഷ്, ഇർഷാദ്, ബിനു പപ്പു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അതിമനോഹരത്തിന്റെ കേരളത്തിലെ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ചിത്രത്തിലെ ഒരു സംഘട്ടന രംഗമാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തുടരും സിനിമയ്ക്ക് സ്റ്റണ്ട് ഒരുക്കിയിട്ടുള്ള സ്റ്റണ്ട് സിൽവയാണ് അതിമനോഹരത്തിനും സ്റ്റണ്ട് ഒരുക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തരുൺമൂർത്തി തന്നെ പറഞ്ഞിരുന്നു, തുടരും സിനിമ പോലെ സംഘട്ടന രംഗങ്ങൾ ഒന്നും തന്നെ അതിമനോഹരത്തിൽ ഉണ്ടാവില്ലെന്ന്. എന്നാൽ ഇപ്പോൾ ലൊക്കേഷനിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരികയും ചെയ്തു. അമരൻ എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് D55. ധനുഷിനൊപ്പം സായി പല്ലവി, മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന D55ന്റെ ടൈറ്റിൽ റിവീലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വരുന്ന ജൂൺ 18 പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓൾറെഡി D55ന്റെ മമ്മൂട്ടിയും ധനുഷും ഒരുമിച്ചുള്ള പോർഷന്റെ ചിത്രീകരണം മൂവി ടീം പൂർത്തീകരിച്ചിരുന്നു. ഇനി അടുത്ത ഷെഡ്യൂൾ ചിത്രീകരണം വരുന്ന ജൂലൈ മാസത്തിന്റെ തുടക്കത്തിലാവും ആരംഭിക്കുക. 2027 പൊങ്കൽ റിലീസിനായിട്ടാണ് D55 തിയേറ്ററുകളിലേക്ക് എത്തുക. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഡ്രാമ ത്രില്ലർ സിനിമയാണ് ബാലൻ. പ്രക്ഷുബ്ധമായ ബാല്യത്തിനും തുടർന്നുള്ള തിരോധാനത്തിനും ശേഷം കാണാതായ തന്റെ അമ്മയെ അന്വേഷിക്കുന്ന ഒരു കൗമാരക്കാരനായ കുട്ടിയുടെ കഥയാണ് ബാലൻ എന്ന ഈ ചിത്രത്തിന്റെ പ്രമേയമായി പറയപ്പെടുന്നത്. ടൊവിനോ തോമസ്, ചന്തു സലിംകുമാർ, ഗണപതി, ബീന ആന്റണി, ആദിശേഷൻ, ഫർസാന പാലത്തിങ്കൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ബാലന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. അല്ലു അർജുൻ, ജനീലിയ കൂട്ടുകെട്ടിലെത്തിയ ഹാപ്പി ബി ഹാപ്പി എന്ന ചിത്രം കഴിഞ്ഞ ദിവസം റീ റിലീസ് ചെയ്തിരുന്നു. പ്രേക്ഷകരിൽ നിന്നും വൻ സ്വീകരണം ലഭിച്ച ഹാപ്പി ബി ഹാപ്പി റീ റിലീസിനെത്തി വെറും 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും മാത്രം 1 കോടി രൂപ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ചിത്രം റീ റിലീസിൽ ബ്ലോക്ക് ബസ്റ്റർ ചാർട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ ഒരു കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ആട് 3. ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ആകെ മൊത്തം കേരളത്തിൽ നിന്നും മാത്രം 53 കോടി 10 ലക്ഷം രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 5 കോടി 85 ലക്ഷം രൂപയും, ഓവർസീസിൽ നിന്നും 61 കോടി 22 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. അതായത് ആട് 3യുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 120 കോടി 12 ലക്ഷം രൂപ. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്തു വരുന്ന ഒരു തെലുങ്കു പാനിന്യം ബ്രഹ്മാണ്ഡ ആക്ഷൻ സിനിമയാണ് സ്പിരിറ്റ്. പ്രഭാസിനൊപ്പം തൃപ്തി ദിംറി, പ്രകാശ് രാജ്, വിവേക് ഒബ്രോയ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സ്പിരിറ്റിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണത്തിന് ഇന്നലെ മുംബൈയിൽ വെച്ച് തുടക്കമായി. പ്രഭാസും വിവേക് ഒബ്രോയും ചേർന്നുള്ള കോമ്പിനേഷൻ സീനുകളുടെ ചിത്രീകരണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ വരുന്ന ഒക്ടോബർ മാസത്തോടെ സ്പിരിറ്റിന്റെ പൂർണ്ണമായ ചിത്രീകരണവും പൂർത്തിയാക്കിയ ശേഷം 2027 മാർച്ച് മാസം 5 സ്പിരിറ്റ് റിലീസിനെത്തുക. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മട്ടാഞ്ചേരി മാഫിയ. മമ്മൂട്ടിക്കൊപ്പം നസ്ലിൻ, ആസിഫ് അലി, ലുക്മാൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളുടെ ഭാഗമായി ലൊക്കേഷൻ ഹണ്ടും കാസ്റ്റിംഗ് വർക്കുകളും നടന്നു വരുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മട്ടാഞ്ചേരിയിലെ അധോലോകത്തിന്റെ കഥ പറയുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് ഈ ചിത്രം ഒരുങ്ങുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഹോളിവുഡിൽ നിന്നും ഉടൻ റിലീസിന് തയ്യാറെടുക്കുന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ടോം ഹോളണ്ട്, സെൻഡയ, സാഡി സിംഗ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഓൺലൈൻ ബുക്കിംഗ് നാളെ മുതൽ ഓപ്പൺ ആവും. ഇന്ത്യയിൽ ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലാണ് ചിത്രം റിലീസിനെത്തുന്നത്. വരുന്ന ജൂലൈ 30 മുതൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും.
തമിഴിൽ നിന്നും റീസെന്റ് ആയി തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബ്ലാസ്റ്റ്. ആക്ഷൻ കിങ് അർജുൻ നായകനായിട്ട് എത്തിയ ബ്ലാസ്റ്റിന്റെ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബ്ലാസ്റ്റിന്റെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റിന്റെ 18 ദിവസത്തെ കേരള കളക്ഷൻ 14,36,00,000 രൂപ, തമിഴ്നാട് കളക്ഷൻ 29,37,00,000 രൂപ, കർണാടക കളക്ഷൻ 4,25,00,000 രൂപ, ആന്ധ്ര തെലങ്കാന കളക്ഷൻ 7,71,00,000 രൂപ, ഓവർസീസ് കളക്ഷൻ 15,47,00,000 രൂപ, ടോട്ടൽ 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 71,16,00,000 രൂപ. ഇനി ബ്ലാസ്റ്റിന്റെ OTT അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂൺ 25-ാം തീയതി മുതൽ ബ്ലാസ്റ്റ് നെറ്റ്ഫ്ലിക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ലാലേട്ടൻ ജിത്തു ജോസഫ് കോംബോ ഒന്നിച്ച ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ ആദ്യ 27 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ചിത്രം റിലീസിനെത്തി 27 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 89,80,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 237 കോടി രൂപയും ദൃശ്യം 3 ആദ്യ 27 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ദൃശ്യം 3യുടെ OTT സാറ്റലൈറ്റ് ഹിന്ദി ഡബ്ബിംഗ് റൈറ്റ്സ് ഉൾപ്പെടെ 330 കോടി രൂപയുടെ ടോട്ടൽ ബിസിനസ് കളക്ഷൻ നടന്നിട്ടുള്ളതായി മൂവി ടീം ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. 20 കോടി രൂപയ്ക്കും താഴെ മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന ദൃശ്യം 3 റെക്കോർഡ് ലാഭമാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. സന്ദീപ് പ്രദീപ്, ഇന്ദ്രജിത്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ കിരൺ ജെ സി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയൊരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് പാലക്കാട്ടെ കൊല്ലങ്കോട്ട് വെച്ച് തുടക്കമായിട്ടുണ്ട്. 60 ദിവസത്തെ ഷൂട്ടാണ് ഈ സിനിമയ്ക്കായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിർമ്മാണം ഭാവന സ്റ്റുഡിയോസിന് വേണ്ടി ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ചേർന്ന് നിർമ്മിക്കും. പ്രേമലു നിലവിൽ ചിത്രീകരണം നടന്നുവരുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ സംവിധായകനായ കിരൺ ജെ സി ആണ്. ഭ്രമയുഗൻ, DSEറ എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ അടുത്തതായി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരനും മഞ്ജു വാര്യറും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന് ഒഡിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും രാഹുൽ സദാശിവനും കരൺ ജോഹറും ചേർന്നാണ്. കാത്തിരിക്കാം ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, റിയാസ് ഖാൻ, നിതിൻ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് സീക്രട്ട് ഓഫ് കലിംഗ. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണാനിടയുണ്ടായി. ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം മികച്ച ക്വാളിറ്റിയിൽ ചിത്രീകരിച്ച ഒരു ധ്യാൻ സിനിമ എന്നാണ് സീക്രട്ട് ഓഫ് കലിംഗയെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വരുന്ന ജൂൺ 25-ാം തീയതി മുതൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഒരു ഫാന്റസി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐ ആം ഗെയിം. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, കദിർ, മിഷ്കിൻ, സാൻഡി മാസ്റ്റർ, കയാദു ലോഹർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിമിന്റെ ടീസർ റിലീസിന് എത്തുന്നു എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ടീസറിന്റെ വർക്കുകൾ മൂവി ടീം പൂർത്തീകരിച്ചതായും ടീസർ സെൻസറിംഗിന് അയച്ചതായും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ഐ ആം ഗെയിമിന്റെ ടീസർ റിലീസ് അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിടുകയും ചെയ്യും. വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി ഓണം റിലീസായിട്ടാവും ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തുക. ലൂസിഫർ, എമ്പുരാൻ തുടങ്ങിയ ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് ശേഷം മുരളി ഗോപി തിരക്കഥ എഴുതി ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു റൂറൽ ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് അനന്തൻകാട്. ഒരേ സമയം മലയാളത്തിലും തമിഴിലുമായി തയ്യാറാവുന്ന അനന്തൻകാടിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നവാഗതനായ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ആര്യയാണ് നായികവേഷത്തിലെത്തുക. ഒരു കാടും അതിനെ ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യരുമാണ് സിനിമയുടെ പശ്ചാത്തലം. ട്രെയിലർ കണ്ടിട്ട് മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയണം. സ്വന്തം നിലനിൽപ്പിനും നീതിക്കും വേണ്ടി ആയുധമെടുക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ചോരയേറ്റുന്ന പോരാട്ട വീര്യമാണ് ട്രെയിലറിലുടനീളം ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. ആര്യയെ കൂടാതെ ഇന്ദ്രൻസ്, സുനിലെ, നിഖില വിമൽ, സിദ്ദിഖ്, വിജയരാഘവൻ, ശരത്തപ്പാനി, സാഗർ സൂര്യ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അനന്തൻകാട് വരുന്ന ജൂൺ 25-ാം തീയതി മലയാളം, തമിഴ് ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തും. ജനപ്രിയ നായകൻ ദിലീപിന്റെ കരിയറിലെ തന്നെ ഒരു അണ്ടർറേറ്റഡ് ആക്ഷൻ കോമഡി ഡ്രാമ മൂവിയാണ് കമ്മാര സംഭവം. 2018-ൽ പുറത്തു വന്ന ഈ ചിത്രം അന്നൊരു പരാജയമായിരുന്നെങ്കിൽ കൂടി പിന്നീട് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പിന്തുണ ലഭിക്കുകയുണ്ടായി. അതിനാൽ തന്നെ ആവണം കമ്മാര സംഭവത്തിന് 2ാം ഭാഗം ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപി. റീസെന്റ് ആയി നടന്ന അനന്തൻകാട് എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിലാണ് കമ്മാര സംഭവത്തിന്റെ ഒരു 2ാം ഭാഗത്തിനെ പറ്റിയുള്ള സാധ്യതകളെ പറ്റി മുരളി ഗോപി തുറന്നു പറഞ്ഞിട്ടുള്ളത്. കമ്മാര സംഭവം എന്ന ഈ സിനിമയ്ക്ക് 2ാം ഭാഗം വേണമോ വേണ്ടയോ, നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.